നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവുമില്ലാതെ പഞ്ചായത്തിന്റെ വികസന കാര്യം ഉറപ്പുവരുത്തുമെന്ന് പാമ്പാടുംപാറ പഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് റൂബി ജോസഫ് പറഞ്ഞു. കൂവേക്കുന്ന് ശാരദകവല ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമായി. ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട് പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നെടുങ്കണ്ടം തേർഡ് ക്യാമ്പിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. തേർഡ് ക്യാമ്പ് 30 ഏക്കറിൽ നടന്ന സ്വീകരണ യോഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടോമി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന വാക്കുതർക്കത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് വെട്ടേറ്റു. വട്ടക്കുന്നൽപ്പടി പുത്തൻപുരയ്ക്കൽ പ്രിൻസിനാണ് തലയ്ക്ക് വെട്ടേറ്റത്. വാർത്തകൾ വിശദമായി. 3 പതിറ്റാണ്ട് UDF ഭരിച്ചിരുന്ന പാമ്പാടുംപാറ പഞ്ചായത്ത് 2020 LDFിലേക്ക് വഴുതിപ്പോയി. ഇപ്പോൾ ഭരണം തിരികെ പിടിക്കാൻ സാധിച്ചത് UDFന്റെ ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ടാണെന്ന് നിയുക്ത പ്രസിഡന്റ് റൂബി ജോസഫ് പറഞ്ഞു. അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവുമില്ലാതെ പഞ്ചായത്തിന്റെ വികസന കാര്യം ഉറപ്പുവരുത്തുമെന്നും റൂബി ജോസഫ് വ്യക്തമാക്കി. പഞ്ചായത്തിന് വിട്ടുകിട്ടിയ കൃഷിഭവൻ, മൃഗാശുപത്രി, കുടുംബാരോഗ്യ കേന്ദ്രം തുടങ്ങിയവയെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. വികസന കാര്യത്തിലും ക്ഷേമകാര്യത്തിലും പഞ്ചായത്തിലെ എല്ലാ വാർഡുകളെയും ഒന്നായി കണ്ട് പ്രവർത്തിക്കുമെന്നും പ്ലാൻ ഫണ്ടുകളും മറ്റും കൃത്യമായി ഉപയോഗിച്ച് ജില്ലയിലെ മികച്ച പഞ്ചായത്താക്കി മാറ്റാൻ നടപടി സ്വീകരിക്കുമെന്നും പാമ്പാടുംപാറ പഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് റൂബി ജോസഫ് പറഞ്ഞു. അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവുമില്ലാതെ പഞ്ചായത്തിന്റെ വികസന കാര്യം ഉറപ്പുവരുത്തും. പഞ്ചായത്തിന് വിട്ടുകിട്ടിയ കൃഷിഭവൻ, മൃഗാശുപത്രി, കുടുംബാരോഗ്യ കേന്ദ്രം തുടങ്ങിയവയെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. വികസന കാര്യത്തിലും ക്ഷേമകാര്യത്തിലും പഞ്ചായത്തിലെ എല്ലാ വാർഡുകളെയും ഒന്നായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കും. പഞ്ചായത്തിൽ വരുന്ന പ്ലാൻ ഫണ്ട്, തനത് ഫണ്ട്, തൊഴിലുറപ്പ് മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫണ്ടുകൾ, ഇതെല്ലാം കൃത്യമായി ഉപയോഗിച്ച് നമ്മുടെ പഞ്ചായത്തിനെ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ലൊരു പഞ്ചായത്ത്, നല്ലൊരു മികച്ച പഞ്ചായത്ത് ആക്കി മാറ്റാനുള്ള നടപടി സ്വീകരിക്കും. കൂടാതെ അഴിമതിയും സ്വജനപക്ഷപാതവും ധൂർത്തും എല്ലാം ഒഴിവാക്കി അവയെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം ഉറപ്പുവരുത്തുകയും പഞ്ചായത്തിലെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളായ കൃഷിഭവനം, മൃഗാശുപത്രി, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, മറ്റ് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം LDFിൽ നിന്നും 17 വാർഡുകളിലുള്ള പഞ്ചായത്തിൽ 13 സീറ്റ് നേടിയാണ് UDFന് പാമ്പാടുംപാറയിൽ ഭരണം തിരിച്ചു കിട്ടിയത്. 14-ാം വാർഡിൽ നിന്നും 3-ാം തവണയാണ് തുടർച്ചയായി വിജയിച്ചു വരുന്നത്. ഇത്തവണ ജനറൽ സീറ്റിൽ റൂബി വിജയിക്കുന്നത്. തോവാള ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് റൂബി. കോൺഗ്രസ് പാർട്ടി നൽകിയ അംഗീകാരത്തിന് പ്രസിഡന്റ് നന്ദിയും പറഞ്ഞു. മിസ് ബ്യൂറോ, നെടുങ്കണ്ടം. കൂവേക്കുന്ന് ശാരദകവല ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമായി. ഇതോടെ 1 കിലോമീറ്ററിലധികം ദൂരമാണ് പ്രദേശവാസികൾക്ക് സഞ്ചാര ലാഭമുണ്ടായത്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളും പെരുമ്പിള്ളിച്ചിറ അല്ലസർ കോളേജിലെ NSS യൂണിറ്റിലെ നിയമ വിദ്യാർത്ഥികളും റോഡ് നിർമ്മാണത്തിൽ പങ്കാളികളായി. ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട് പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരട്ടയാറ്റിൽ നിന്നും കല്ലാറിൽ നിന്നും കുടിയിറക്കപ്പെട്ടവർക്ക് നടയം ഭാഗത്ത് ഭൂമി അനുവദിച്ച കാലം മുതൽ റോഡിനു വേണ്ടി ഭൂമി ഒഴിച്ചിട്ടിരുന്നു. എന്നാൽ പാറക്കെട്ടും ഭീമാകാരമായ ഉരുളൻ കല്ലുകളും നിറഞ്ഞതും കുത്തനെയുള്ള കയറ്റവുമെല്ലാം ഈ റോഡ് സ്വപ്നമായി അവശേഷിക്കുമെന്നാണ് പ്രദേശവാസികൾ കരുതിയിരുന്നത്. എന്തായാലും പ്രദേശവാസികളും വിദ്യാർത്ഥികളും മുൻകൈയെടുത്തതോടെ 5 പതിറ്റാണ്ടോളം പഴക്കമുള്ള റോഡ് യാഥാർത്ഥ്യമായി. ഇതോടെ ശാരദകവല കൂവേക്കുന്ന് നിവാസികൾ സന്തോഷത്തിലാണ്. 12 അടി വീതിയിൽ 600 മീറ്ററോളം ദൂരത്തിൽ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെ റോഡ് തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്ത് ഗതാഗതയോഗ്യമാക്കിയപ്പോൾ 1 കിലോമീറ്ററിലധികം ദൂരമാണ് പ്രദേശവാസികൾക്ക് സഞ്ചാര ലാഭമുണ്ടായത്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളും പെരുമ്പിള്ളിച്ചിറ അല്ലസർ കോളേജിലെ NSS യൂണിറ്റിലെ നിയമ വിദ്യാർത്ഥികളും റോഡ് നിർമ്മാണത്തിൽ പങ്കാളികളായി. ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട് പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി ഭരണകാലാവധിക്കകം പൂർണ്ണതോതിൽ റോഡ് ഗതാഗതയോഗ്യമാക്കുമെന്ന് പഞ്ചായത്ത് മെമ്പർ TM മുജീബ് പറഞ്ഞു. തുടങ്ങനാട്ടിലെ ആദ്യകാല പലചരക്ക് കടയായ കുറ്റിയാത്ത് കട ദീർഘകാല സേവനത്തിന് ശേഷം നിർത്തിയിരിക്കുന്നു. തുടങ്ങനാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ കടയാണ് ഓർമ്മകളിലായത്. വിനോ ജോസഫ് മുട്ടം തയ്യാറാക്കിയ റിപ്പോർട്ട്.
ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തിയിൽ മുട്ടം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് തുടങ്ങനാട്. കോച്ചേരി, പന്നിക്കുന്ന്, കൂടക്കല്ല്, കന്യാമല, വാഴമല എന്നീ 5 മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് ഗ്രാമം. സ്വാതന്ത്ര്യത്തിനു മുൻപ് അഗസ്റ്റിൻ കുറ്റിയാത്ത് എന്നയാൾ തുടങ്ങനാട് ആരംഭിച്ച പലചരക്ക് കടയാണ് ഇപ്പോൾ പ്രവർത്തനം അവസാനിപ്പിച്ചത്. 1940-ൽ മുണ്ടക്കൽ കെട്ടിടത്തിൽ മുണ്ടക്കൽ വാതിൽ ജംഗ്ഷനിൽ കുഞ്ഞാപ്പൻ ചേട്ടൻ അഗസ്റ്റിൻ കുറ്റിയാത്ത് വ്യാപാരം തുടങ്ങിയത്. ബസ് സർവീസ് ഇല്ലാത്ത കാലമായിരുന്നതുകൊണ്ട് തൊടുപുഴയിൽ നിന്നും കാളവണ്ടിയിലാണ് പലചരക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത്. മണ്ണ് റോഡിലൂടെ കാളവണ്ടിയിൽ സാധനങ്ങൾ എത്തിച്ച് കച്ചവടം ചെയ്തു പോന്നു. പിന്നീട് 1960-ൽ പഴയമറ്റം കുരിശുപള്ളിക്ക് സമീപം കുഞ്ഞാപ്പൻ ചേട്ടൻ കൊട്ടാരക്കര മത്തായി ചേട്ടന്റെ കെട്ടിടത്തിലേക്ക് കട മാറി ആരംഭിച്ചു. തുടർന്ന് ഇന്ന് വരെ അവിടെയാണ് കട പ്രവർത്തിച്ചു വന്നത്. തുടങ്ങനാടുകാർക്ക് ഗ്രഹാതുരത്വം നിറഞ്ഞ ഓർമ്മയാണ് കുറ്റിയാത്ത് കട. തങ്ങളുടെ ചെറുപ്പകാലത്തെ ഓർമ്മകളിലുള്ള കട നിർത്തുന്നതിലുള്ള വിഷമവും അവർ മറച്ചുവെക്കുന്നില്ല. ഞങ്ങളൊക്കെ സ്കൂളിൽ നഴ്സറി പഠിക്കുന്ന കാലം മുതലേ ഈ കുറ്റിയാത്ത് കട എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വികാരമായിട്ടുള്ളൊരു പ്രസ്ഥാനമായിരുന്നു. കാരണം അന്നത്തെ കാലത്തെ സിപ്പപ്പ്, ഈ സ്റ്റാമ്പ് കളക്ഷനൊക്കെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുമ്പം അതൊക്കെ ഏറ്റവും കൂടുതൽ ഇവരാണ് കൊണ്ടുവച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇടുക്കി, കോട്ടയം ജില്ലയുടെ ഒരു അതിർത്തി പ്രദേശമാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ കാർഷിക മേഖലയുടെയൊക്കെ ഒരു ഇതുണ്ട്. ആളുകൾ വാഴമല, പാണ്ടങ്കല്ല് മല, ഇവിടെ നിന്നുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രദേശം മൊത്തം പാർത്ത ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ കൊറോണയ്ക്ക് ശേഷം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആളുകളെല്ലാം ഇവിടുന്ന് പിന്മാറിപ്പോയ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഒട്ടും ആളില്ലാത്തൊരു അവസ്ഥയൊക്കെയാണ് ഈ പ്രദേശത്തെ സംബന്ധിച്ചുള്ളത്. പോയി പക്ഷേ ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഈ സിപ്പപ്പൊക്കെ ഇറങ്ങിയ കാലത്ത് കുറ്റിയാത്ത് കടയിലുള്ള സിപ്പപ്പ് അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു വികാരമായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഇത് നിർത്തുന്നതിന് നമുക്ക് എന്താ പറയുന്നത്, സാഹചര്യത്തിന് പുറത്ത് ഓരോ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പോകുന്നു. 2008-ൽ കുഞ്ഞാപ്പൻ ചേട്ടൻ നിര്യാതനായ ശേഷം മക്കളായ അപ്പച്ചൻ, മത്തച്ചൻ, ടോമി എന്നിവരാണ് പിന്നീട് കട നടത്തിക്കൊണ്ടിരുന്നത്. കൊറോണ കാലഘട്ടത്തിന് ശേഷം വരുമാനം കുറഞ്ഞതാണ് കട നിർത്തുവാനുള്ള കാരണം. കൂടുതൽ പേരും പാലാ കേന്ദ്രീകരിച്ച് സാധനങ്ങൾ വാങ്ങുവാനും മലഞ്ചരക്ക് സാധനങ്ങൾ വിൽക്കുവാനും തുടങ്ങിയതോടെ കട കൊണ്ടുപോകുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കി നിർത്തുകയാണെന്ന് ടോമി പറയുന്നു. കാരണം എന്ന് പറഞ്ഞാൽ കൊറോണ കഴിഞ്ഞാൽ പിന്നെ റബ്ബർ ഷീറ്റിൻ്റെ ഇതെല്ലാം പാലയിലേക്ക് ആയിപ്പോയി മൊത്തം എല്ലാം. അതോടുകൂടി പിന്നെ ഷീറ്റ് പരമൊന്നുമില്ല. പിന്നെ നമുക്ക് പിന്നെ ഇവിടെ ഇരുന്നിട്ട് ലൈസൻസ് ഒക്കെ എടുത്താൽ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതങ്ങ് നിർത്തി. പിന്നെ താത്തൻ 2008-ലാണ് മരിച്ചത്. അതിനുശേഷം ഞങ്ങൾ 3 പേരും കൂടെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഈ കടയടച്ച് കുറ്റിയിടുന്നത് കുറേ പേരുടെ ഗൃഹാതുര ഓർമ്മകളിലേക്കും ചരിത്രത്തിലേക്കും കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ചിലവ് ക്രിസ്തുരാജ പള്ളിയിൽ ക്രിസ്തുരാജിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ജനുവരി 1, 2, 3, 4 തീയതികളിൽ നടക്കും. ജനുവരി 2-ന് വൈകിട്ട് 4:45-നാണ് കൊടിയേറ്റ്. തിരുനാളിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും പരിപാടികളും നടത്തുമെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ചിലവ് ക്രിസ്തുരാജ ദേവാലയത്തിൽ ക്രിസ്തുരാജന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ജനുവരി 1 മുതൽ 4 വരെ വിപുലമായി ആഘോഷിക്കും. 1-ന് വെളുപ്പിന് 12-ന് വർഷാരംഭ പ്രാർത്ഥന, തുടർന്ന് ആഘോഷപൂർവമായ കുർബാന. 2:10-ന് അഭിവന്ദ്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിന് സ്വീകരണം നൽകും. 2:15-ന് പൗരോഹിത്യ സ്വീകരണവും ദിവ്യബലി അർപ്പണവും നടക്കും. ഡീക്കൻ ജെറിൻ വട്ടക്കുന്നിൽ നയിക്കും. തുടർന്ന് സ്നേഹവിരുന്ന്. ജനുവരി 2-ന് രാവിലെ 6:30-ന് വിശുദ്ധ കുർബാന, വൈകിട്ട് 3:30-ന് ദിവ്യകാരുണ്യ ആരാധന, തുടർന്ന് 4:45-നാണ് കൊടിയേറ്റ്. തുടർന്ന് തിരുസ്വരൂപ പ്രതിഷ്ഠ ലദ്ദീഞ്ഞ്, വൈകിട്ട് 5-ന് ആഘോഷപൂർവമായ കുർബാന, 6:30-ന് സെമിത്തേരി സന്ദർശനം തുടങ്ങിയവ ഉണ്ടായിരിക്കും. ജനുവരി 3-ന് രാവിലെ 7-ന് വിശുദ്ധ കുർബാന, 8:05-ന് അമ്പെഴുന്നള്ളിക്കൽ ഭവനങ്ങളിലേക്ക്, വൈകിട്ട് 3:30-ന് വാർഡുകളിൽ നിന്ന് പള്ളിയിലേക്ക് അമ്പ് പ്രദക്ഷിണം, 4:30-ന് ലദ്ദീഞ്ഞ്. ആഘോഷപൂർവമായ കുർബാന റവറന്റ് ഫാദർ ജോസഫ് കഴുന്നുകണ്ടത്തിൽ നയിക്കും. തുടർന്ന് ചിലവ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം. റവറന്റ് ഫാദർ ജെയിംസ് മുണ്ടോളിക്കൽ സന്ദേശം നൽകും. തിരുപ്രദക്ഷിണം പള്ളിയിലേക്ക്. സമാപന പ്രാർത്ഥന, വാദ്യമേളങ്ങൾ, ആകാശവിസ്മയം, ലഘുഭക്ഷണം തുടങ്ങിയവയും ഉണ്ടായിരിക്കും. അതിനുശേഷം മ്യൂസിക്കൽ ഷോയും നടത്തും. ജനുവരി 4-ന് രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന, വൈകിട്ട് 4:30-ന് ലദ്ദീഞ്ഞ്. ആഘോഷപൂർവമായ കുർബാന റവറന്റ് ഫാദർ മിനേഷ് പുത്തൻപുരിയിൽ നയിക്കും. സന്ദേശം റവറന്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ് നൽകും. 6:30-ന് പ്രദക്ഷിണം. 7:45-ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, വാദ്യമേളങ്ങൾ, സ്നേഹവിരുന്ന്, ആകാശവിസ്മയം, ലൈവ് മ്യൂസിക്കൽ കൺസേർട്ട് തുടങ്ങിയവ ഉണ്ടായിരിക്കും. ശനിയാഴ്ച തിരുനാൾ കുർബാനയ്ക്ക് മുമ്പും ശേഷവും, ഞായറാഴ്ച രാവിലെ 8 മുതൽ 10 വരെയും, ഉച്ചകഴിഞ്ഞ് 2 മുതലും ക്രിസ്തുരാജന്റെ കിരീടം, വിശുദ്ധന്റെ അമ്പ് ഇവ എഴുന്നള്ളിക്കുന്നതിന് സൗകര്യമുണ്ടായിരിക്കുമെന്നും പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC കേഡറ്റുകളുടെ ത്രിദിന ക്യാമ്പിന് തുടക്കമായി. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ആയുത്തുപാടം ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ സജി മാത്യു സ്വാഗതം ആശംസിച്ചു. യോഗത്തിൽ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷൻ CI VS അനിൽകുമാർ ആമുഖ പ്രഭാഷണവും വാർഡ് മെമ്പർ ഷാജൻ ജെയിംസ് മുഖ്യ പ്രഭാഷണവും നടത്തി. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC കേഡറ്റുകളുടെ ത്രിദിന ക്യാമ്പ് കൂടെ 2K25-ന് തുടക്കമായി. വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ സ്കൂൾ അങ്കണത്തിൽ ചേർന്ന ചടങ്ങിൽ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു.
തുടർന്ന് സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനവും നിർവഹിച്ചു. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ 3 ദിവസത്തെ ക്യാമ്പിൽ നിന്ന് നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രോഗ്രാം നോക്കിയപ്പോൾ നല്ല നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ 3 ദിവസത്തെ അവധി വന്ന് ഇവിടെ ക്യാമ്പിൽ കൊടുക്കുമ്പോഴത്തേക്കും ഒരിക്കലും നഷ്ടമുണ്ടാകുന്നില്ല. നല്ല രീതിയിൽ ഇത് യൂട്ടിലൈസ് ചെയ്ത് നല്ല പൗരന്മാരും രാജ്യത്തിനും സ്കൂളിനും വീടിനും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു സേവനം നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ മാറ്റിയെടുക്കണം. നിങ്ങളുടെ ഈ 3 ദിവസത്തെ ക്യാമ്പിൻ്റെ തീം തന്നെ ജെൻഡർ ഈക്വാലിറ്റിയാണ്. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സ്ത്രീ പുരുഷനും തുല്യനീതി കൊടുക്കുന്നത് മാത്രമല്ല, പിന്നെയും നമ്മുടെ സമൂഹത്തിൽ പല ലിംഗത്തിലും അല്ലെങ്കിൽ പല ജെൻഡേഴ്സിലുള്ളവർക്കുണ്ട്. എല്ലാവർക്കും തുല്യ അവസരങ്ങളും നീതിയും നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന എല്ലാ അവസരങ്ങളും എല്ലാവർക്കും എത്തണം. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സൊസൈറ്റി ഒത്തിരി ഡെവലപ്പായെങ്കിലും നമ്മൾ നോക്കിക്കാണുമ്പോൾ പലയിടത്തും ഈ അസമത്വം നിലനിൽക്കുന്നുണ്ട്. സ്കൂൾ പ്രധാനാധ്യാപകൻ സജി മാത്യു സ്വാഗതം ആശംസിച്ചു. യോഗത്തിൽ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷൻ CI VS അനിൽകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ ഷാജൻ ജെയിംസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഡ്രിൽ ഇൻസ്ട്രക്ടർ രജനീഷ് അഗസ്റ്റിൻ, CPO KA ബിന്ദു എന്നിവർ ആശംസ നേർന്നു. SCPO എലിസബത്ത് മാത്യു, അധ്യാപക പ്രതിനിധി സെൽജോ ജോസഫ്, ഷാരോൺ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ജെൻഡർ ഈക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസുകൾ 3 ദിവസങ്ങളിലായി നടത്തപ്പെടുന്നു. കോളേജ് വിദ്യാർത്ഥികളായ ഓർഗ ജോസഫ്, ജെഫിൻ ജോജോ എന്നിവർ ഐസ് ബ്രേക്കിംഗ് സെഷൻ നയിക്കും. കരിമണ്ണൂർ CI VS അനിൽകുമാർ, റിട്ടയർഡ് SA AR കൃഷ്ണൻ നായർ, അലസർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ കിഷോർ രാമചന്ദ്രൻ, ബിനോജ് ആന്റണി, റോഷ്നി ബെന്നി തുടങ്ങിയവർ ക്ലാസുകൾ നയിക്കും. ഹരിതകർമ്മസേനവുമായി കൈകോർത്തുകൊണ്ട് SPC കരിമണ്ണൂർ യൂണിറ്റ് ഏറ്റെടുത്തിരിക്കുന്ന കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഉദ്ഘാടനവും ക്യാമ്പിന്റെ ശ്രദ്ധാകേന്ദ്രമാണ്. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. നെടുങ്കണ്ടം തേർഡ് ക്യാമ്പിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കോൺഗ്രസ് പാമ്പാടുംപാറ പഞ്ചായത്ത് 6ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. തേർഡ് ക്യാമ്പ് 30 ഏക്കറിൽ നടന്ന സ്വീകരണ യോഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടോമി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പാമ്പാടുംപാറ പഞ്ചായത്ത് 6ാം വാർഡിൽ വിജയിച്ച ആൻസമ മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി ഷൈജ സണ്ണി, പാമ്പാടുംപാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BC അനിൽകുമാർ എന്നിവർക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകിയത്. തേർഡ് ക്യാമ്പ് 30 ഏക്കറിൽ നടന്ന സ്വീകരണ യോഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടോമി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മേഖലയിലെ ഏറ്റവും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനുള്ള ഒരു മനോഭാവം അത് നമ്മുടെ പാർട്ടിയുടെ ഒരു തത്വമാണ്. ആ രീതിയിൽ നമുക്ക് വോട്ട് ചെയ്യാത്തവരുമാണ്, ചെറിയ വരുന്നവരുമാണ്, ഇതൊന്നും നമ്മൾ നോക്കരുത്. അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് പഞ്ചായത്ത് നല്ല ഭൂരിപക്ഷമുണ്ട്, 13 അംഗങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ വികസന കാര്യത്തിലൊക്കെ നമ്മൾ ചിട്ടയായ പ്രവർത്തനം നടത്തും. ഫണ്ടുകളൊക്കെ നമ്മൾ എത്തേണ്ട സ്ഥലത്ത്, പ്രത്യേകിച്ച് നമുക്ക് കോളനിയാണ്, പ്രത്യേക പരിഗണന നമുക്ക് തരും. ഉറപ്പാണ് ഉറപ്പാണ് നമുക്ക് ഈ മേഖലയിലൊക്കെ നല്ല വികസന കാര്യത്തിൽ ഇപ്പം സന്തോഷമായിട്ടും സൂചിപ്പിച്ചല്ലോ, നമുക്ക് എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ള ഒരു കൂടിയാലോചനയൊക്കെ നടത്തും. അപ്പം നമുക്ക് മൊത്തം ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിന്ന് വരുന്ന പദ്ധതികൾ കൂടുതലായിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണം ചെയ്യണം. TK കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ C സന്തോഷ് കുമാർ, ജോയി വർഗീസ്, മോഹനൻ കല്ലാർ, KJ ജോസഫ്, ലതാ ചന്ദ്രൻ, സിന്ധു തങ്കപ്പൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. കട്ടപ്പന നഗരസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന വാക്കുതർക്കത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് വെട്ടേറ്റു. വട്ടക്കുന്നൽപ്പടി പുത്തൻപുരയ്ക്കൽ പ്രിൻസിനാണ് തലയ്ക്ക് വെട്ടേറ്റത്. പ്രിൻസിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുടെ മകനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ പ്രിൻസ്. ആക്രമണത്തിനെതിരെ അപലപിച്ചുകൊണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അറിയിച്ചു. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. പ്രിൻസ് കട്ടപ്പനയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വട്ടുകുന്നേൽപ്പടിയിൽ വെച്ച് വിഷ്ണുവിന്റെ അനിയനുമായി പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിലാണ് വാക്കുതർക്കമുണ്ടായത്. ഇത് അറിഞ്ഞുകൊണ്ടെത്തിയ CPM ബ്രാഞ്ച് സെക്രട്ടറി വിഷ്ണു വാക്കത്തിയുമായി ആക്രമിക്കുകയായിരുന്നു. പ്രിൻസിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന പോലീസ് കസ്റ്റഡിയെടുത്തു. മുമ്പും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ CPIM പ്രവർത്തകർ ഭീഷണി മുഴക്കിയതിനെതിരെ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായും നേതാക്കൾ പറഞ്ഞു. ജയകുമാർ വിഷ്ണുവിനെ വിളിച്ചു വരുത്തുകയും കയ്യിൽ കരുതിയിരുന്ന വാക്കത്തി കൊണ്ട് യാതൊരു പ്രകോപനവുമില്ലാതെ അദ്ദേഹം തുടരെ ഈ പ്രിൻസിനെതിരെ വാക്കത്തി കൊണ്ട് വീശുകയും ആദ്യത്തെ വെട്ട് തന്നെ വിഷ്ണുവിൻ്റെ തലക്കിട്ട് പ്രിയപ്പെട്ട പ്രിൻസിന് തലക്കിട്ട് കൊള്ളുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് 3-4 വെട്ടുകൾ അദ്ദേഹം വളരെ കരുതിക്കൂട്ടി തന്നെ വെട്ടുകി. പക്ഷേ ഭാഗ്യവശാൽ അദ്ദേഹത്തിന് അപകടത്തിലേക്ക് എത്തപ്പെട്ടില്ല.
ഒരു വധശ്രമ ലെവലിൽ തന്നെയാണ് ഇന്നലത്തെ ആക്രമണം അവിടെ ഉണ്ടായത്. എന്ന് പറയുന്ന ഒരു വാർഡിൽ ജയിച്ചപ്പോൾ തന്നെ ഈ CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അവർ ഉരുത്തിരിഞ്ഞ് പുറപ്പെടുന്നുണ്ടെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇവർക്ക് അധികാരം ലഭിച്ചിരുന്നെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ജനങ്ങൾക്ക്, സാധാരണപ്പെട്ട പ്രവർത്തകർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം. വളരെ അടിയന്തരമായി CPM-ന്റെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ആൾക്കാരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ഇവർക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ശക്തമായി ഇത് സംബന്ധിച്ചുള്ള CPM-ന്റെ പ്രതികരണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തകർക്കിടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചാൽ അത് ശക്തമായിട്ട് മുൻകരുതലെടുക്കുവാൻ കോൺഗ്രസ് പാർട്ടി നിർബന്ധിതരാകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണ പ്രവർത്തനങ്ങളിൽ നിന്നും CPM ഒഴിഞ്ഞു മാറണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PJ ബാബുവിന്റെ മകനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ പ്രിൻസ്. യാതൊരു പ്രകോപനവും ഇല്ലാതെ പ്രിൻസിനെ ആക്രമിച്ചതിനെ അപലപിച്ചുകൊണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമുട്ടിൽ അറിയിച്ചു. വനിതകൾക്കായി ഏറ്റവും മികച്ച വസ്ത്രങ്ങളുടെ ശേഖരവുമായി പിങ്ക് ഓറ ബോട്ടിക് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ ചൂരാപ്പുഴ ടവറിൽ ആരംഭിച്ച പിങ്ക് ഓറ ബോട്ടിക്കിന്റെ ഉദ്ഘാടനം മുൻ MLA ജോണി നെല്ലൂർ നിർവഹിച്ചു. ഏറ്റവും ട്രെൻഡി ഡിസൈനും മികച്ച ക്വാളിറ്റിയും ഉറപ്പാക്കിക്കൊണ്ട് തൊടുപുഴയിൽ പിങ്ക് ഓറ ബ്യൂട്ടിക് പ്രവർത്തനം ആരംഭിച്ചു. ക്രോപ്പ് ടോപ്പ്, ടീഷർട്ട്, ജീൻസ്, ജെഗിങ്സ്, ടോപ്പ്, കുർത്തി, ഏലൈൻ ഫ്രോക്സ്, ചുരിദാർ മെറ്റീരിയൽസ് തുടങ്ങിയവയുടെ ഏറ്റവും മികച്ച കളക്ഷനാണ് ഒരുക്കിയിരിക്കുന്നത്. തൊടുപുഴ ചൂരാപ്പുഴ ടവറിൽ ആരംഭിച്ച് പിങ്ക് ഓറ ബ്യൂട്ടിക്കിന്റെ ഉദ്ഘാടനം നാട മുറിച്ചുകൊണ്ട് ജോണി നെല്ലൂർ നിർവഹിച്ചു. ഏറ്റവും മികച്ച കളക്ഷൻ, ഏറ്റവും മികച്ച ക്വാളിറ്റിയിലാണ് പിങ്ക് ഓറയിൽ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ വിൽപ്പന മീനു ബിബിന് നൽകിക്കൊണ്ട് ജോണി നെല്ലൂർ നിർവഹിച്ചു. സ്റ്റിച്ചിംഗ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് കസ്റ്റമൈസ് ചെയ്യാനും കഴിയും. തൊടുപുഴ പാലാ റോഡിൽ ധന്വന്തിരി ജംഗ്ഷന് സമീപമുള്ള ചൂരാപ്പുഴ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച പിങ്ക് ഓറ ബ്യൂട്ടിക്കിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. ഇവിടെ ലേഡീസ് ഐറ്റംസ് ആയിട്ട് ജീൻസ്, വെസ്റ്റേൺ വെയർ, ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ ജീൻസിൽ തന്നെയായിട്ട് വെസ്റ്റേൺ വെയർ, ബാഗി, അതുപോലെ തന്നെ ജെഗിൻസുമായിട്ട്, പിന്നെ ഇവിടെ ലേഡീസ് ടോപ്സ് ആയിട്ട് വന്നു കഴിയുമ്പോൾ ടീഷർട്ട്, അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പ് മെറ്റീരിയൽസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസ് ആയിട്ട് കോട്ട് സെറ്റ് മെറ്റീരിയൽസ് ആയിട്ടും അല്ലാണ്ട് ടോപ്സ് ആയിട്ടും ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ വിവിധ തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് ഇവിടെ അവൈലബിൾ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിങ്ക് ഓറയിലേക്ക് ഇവിടെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. പ്രീമിയം കുർത്തീസ്, വെസ്റ്റേൺ വെയർ, ജീൻസ്, ടീഷർട്ട്, ചുരിദാർ മെറ്റീരിയൽസ് എന്നിവയുടെ അതിവിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.
എല്ലാ വാഹനങ്ങളുടെയും ടയറുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കിക്കൊണ്ട് ഭാരത് ടയേഴ്സ് കരിമണ്ണൂർ പെട്രോൾ പമ്പിന് എതിർവശം വള്ളാടിയിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. കരിമണ്ണൂർ സെന്റ് മേരീസ് പള്ളി വികാരി റവറൻ ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ ആശീർവാദം നിർവഹിച്ചു. പി ജി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, ഗ്രീസിംഗ്, ഹെവി വെഹിക്കിൾ ടയർ ആൻഡ് സർവീസസ് തുടങ്ങി വിവിധ സേവനങ്ങളുമായി ഭാരത് ടയേഴ്സ് കരിമണ്ണൂർ പെട്രോൾ പമ്പിന് എതിർവശം വള്ളാടിയിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. കരിമണ്ണൂർ സെന്റ് മേരീസ് പള്ളി വികാരി റവറൻ ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ ആശീർവാദം നിർവഹിച്ചു. ഈ സംരംഭത്തിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, ഈ നാടിന് അതുപോലെ നാട്ടുകാർക്കും ഇത് ഐശ്വര്യമായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. കർത്താവ് ഈശോയുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും നീക്കും. ആമീൻ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ആയത്തുപാടം, KVVES കരിമണ്ണൂർ മേഖലാ പ്രസിഡന്റ് VJ ചെറിയാൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജൻ ജെയിംസ് എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ പി ജി ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഏവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. സംരംഭം തുടങ്ങി വെച്ചതായിട്ട് എല്ലാവിധ വാഹനങ്ങളുടെയും ടയറുകൾ മിതമായ നിരക്കിൽ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്. MRF, അപ്പോളോ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ടയറുകൾ ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ വിവിധ നേതാക്കളായ NA ജെയിംസ്, ജോർജ് അഗസ്റ്റിൻ, മുൻ മെമ്പർ ആൻസി സിറേഖ്, AN ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു. സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു. ഈ സ്ഥാപനം കരിമണ്ണൂരിലെ നല്ലവരായ ആളുകൾക്ക് ഒരു ഉപകാരപ്രദമായ സ്ഥാപനമായി മാറിക്കോട്ടെ എന്ന ഒറ്റ വാക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കരിമണ്ണൂർ വളരട്ടെ, ഒപ്പം ജോസാറും കുടുംബവും രക്ഷപ്പെടട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഗുണഭോക്താവായിരിക്കും ഞാനും എന്നറിയിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും ആശംസകളും പുതുവർഷ ആശംസകൾ നേർന്ന് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കരിമണ്ണൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ ഭംഗിയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടും തീരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ഇന്നിവിടെ തുടങ്ങിയിരിക്കുന്ന ഈ പ്രസ്ഥാനവും വളരെ സൗകര്യപ്രദമായ സ്ഥലത്ത് ആൾക്കാർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന നല്ലൊരിടത്താണ് തുടങ്ങിയിരിക്കുന്നത്. നന്നായി പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇവിടെ സന്നിഹിതരായ മറ്റെല്ലാ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അങ്ങനെ എല്ലാവരെയും ഒന്നുകൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി, അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ എല്ലാവരും കാണിച്ച ഈ സ്നേഹവും സഹകരണവും തുടർന്നും ഈ സ്ഥാപനത്തോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുൻവശം ബൈപ്പാസ് റോഡിനോട് ചേർന്ന് പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ വിപണന കേന്ദ്രം ആരംഭിച്ചു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി മാടമന തുരുത്തേൽ മഠം മുരളീകൃഷ്ണൻ പോറ്റി ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. നമസ്തേ മഹാഘോര സംസാരവാരാം നിധിക്കരക്കേറുവാൻ തൃപ്പദത്താരിണക്കപ്പലല്ലാതൊരാലംബനം മറ്റെനിക്കൊന്നുമില്ലമ്പ കാരുണ്യരാശേ. നിനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്കണ്ണണിത്തേൻ കടാക്ഷം ലഭിപ്പാനണഞ്ഞേൻ പദാംഭോജ വൈമുഖ്യമെന്നിൽ പിണഞ്ഞിടൊലാതെ. നമസ്തേ നമസ്തേ നമസ്തേ. ഹൈദരാബാദിൽ നടക്കുന്ന നാഷണൽ NSS ക്യാമ്പിൽ പങ്കെടുക്കുകയും നാഷണൽ ഇന്റഗ്രേഷൻ വേദിയിൽ കുച്ചിപ്പുടി അവതരിപ്പിക്കുകയും ചെയ്ത താരമായി മാറുകയും ചെയ്ത വണ്ണപ്പുറം SNMVHS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 സിവിൽ വിദ്യാർത്ഥിനിയായ ഐശ്വര്യ ബാബു. വണ്ണപ്പുറം SNMVHS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 സിവിൽ വിദ്യാർത്ഥിനിയായ ഐശ്വര്യ ബാബു ഹൈദരാബാദിൽ നടക്കുന്ന നാഷണൽ NSS ക്യാമ്പിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുകയും നാഷണൽ ഇന്റഗ്രേഷൻ വേദിയിൽ കുച്ചിപ്പുടി അവതരിപ്പിച്ച് പ്രശംസ ഏറ്റുവാങ്ങുകയും ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ക്യാമ്പ് ഡിസംബർ 22 ആരംഭിച്ച ഡിസംബർ 27 അവസാനിച്ചു. കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന കേരളോത്സവം 2025 സോളോ ക്ലാസിക്കൽ ഡാൻസിൽ ഐശ്വര്യ ബാബു A ഗ്രേഡ് കരസ്ഥമാക്കിയിരുന്നു. വണ്ണപ്പുറം ചൂരക്കുഴിയിൽ ബാബു CPയുടെയും അമ്പിളി ബാബുവിന്റെയും മകളാണ് ഐശ്വര്യ ബാബു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവുമില്ലാതെ പഞ്ചായത്തിന്റെ വികസന കാര്യം ഉറപ്പുവരുത്തുമെന്ന് പാമ്പാടുംപാറ പഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് റൂബി ജോസഫ് പറഞ്ഞു. കൂവേക്കുന്ന് ശാരദകവല ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമായി. ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട് പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നെടുങ്കണ്ടം തേർഡ് ക്യാമ്പിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. തേർഡ് ക്യാമ്പ് 30 ഏക്കറിൽ നടന്ന സ്വീകരണ യോഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടോമി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന വാക്കുതർക്കത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് വെട്ടേറ്റു. വട്ടക്കുന്നൽപ്പടി പുത്തൻപുരയ്ക്കൽ പ്രിൻസിനാണ് തലയ്ക്ക് വെട്ടേറ്റത്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.